നമസ്കാരം. UK ലൈഫ് കോച്ച് മലയാള ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റം, പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ. UK സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയുടെ മുന്നറിയിപ്പ്. എണ്ണവില ഉയരുന്നതിൽ ആശങ്ക. ജീവിത ചെലവ് വീണ്ടും സമ്മർദ്ദത്തിൽ. ഇന്ധനത്തിന്റെയും വൈദ്യുതിയുടെയും വില ശ്രദ്ധിക്കണം. ലേബറും റീഫോം പാർട്ടിയും തമ്മിലുള്ള പോരാട്ടം ശക്തമാകുന്നു. ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റം തടയാൻ കൂടുതൽ കടുത്ത നടപടികൾ. ട്രെയിൻ യാത്രക്കാർ ജാഗ്രത പാലിക്കുക. വരും ദിവസങ്ങളിൽ യാത്രാ തടസ്സത്തിന് സാധ്യത. കാലാവസ്ഥയിൽ മാറ്റം, ചിലയിടങ്ങളിൽ മഴയും ശക്തമായ കാറ്റും. വാർത്തകൾ കൂടുതൽ വിശദമായി. കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റം. ആദ്യത്തെ പ്രധാന വാർത്ത കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഓഗസ്റ്റ് 3 മുതൽ കുടിയേറ്റ നിയമങ്ങളിലെ ചില മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. തൊഴിൽ, വിസ, സ്റ്റുഡന്റ് വിസ, ഫാമിലി വിസ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ അപേക്ഷിക്കുന്നവർ പുതിയ നിയമങ്ങൾ കൃത്യമായി പരിശോധിക്കണം. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളല്ല, ബ്രിട്ടീഷ് സർക്കാരിന്റെ ഔദ്യോഗിക നിയമങ്ങളാണ് അന്തിമമായി വിശ്വസിക്കേണ്ടത്. സമ്പദ് വ്യവസ്ഥയും ജീവിത ചെലവും. UK സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന പ്രധാന കാര്യം മധ്യപൂർവ്വദേശത്തെ സംഘർഷവും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണത്തിലെ തടസ്സവുമാണ്. ഈ പ്രതിസന്ധി നീണ്ടുപോയാൽ എണ്ണവില വീണ്ടും ഉയരാനും അതിന്റെ ഫലമായി പെട്രോൾ, വൈദ്യുതി, ഗതാഗതം, ഭക്ഷണം എന്നിവയുടെ വിലയിൽ സമ്മർദ്ദമുണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ സാധാരണ കുടുംബങ്ങളുടെ ജീവിത ചെലവ് തന്നെയാണ് ഇനി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വിഷയം. രാഷ്ട്രീയ രംഗത്തും മത്സരം ശക്തമാണ്. പുതിയ അഭിപ്രായ സർവേകളിൽ ലേബർ പാർട്ടി റീഫോം പാർട്ടിയെ ചെറിയ വ്യത്യാസത്തിൽ മറികടന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കുടിയേറ്റം, ചെറിയ ബോട്ടുകളിലൂടെയുള്ള കടന്നുവരവ്, ജീവിത ചെലവ് തുടങ്ങിയ വിഷയങ്ങളിൽ റീഫോം പാർട്ടി ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും കുടിയേറ്റം തന്നെയായിരിക്കും ലേബറും റീഫോം പാർട്ടിയും തമ്മിലുള്ള പ്രധാന രാഷ്ട്രീയ പോരാട്ട വിഷയം. ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള കടന്നുവരവ്. ഇംഗ്ലീഷ് ചാനൽ വഴി ചെറിയ ബോട്ടുകളിലെത്തുന്ന അനധികൃത കുടിയേറ്റം തടയാൻ കൂടുതൽ ശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഈ വിഷയം രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ ചർച്ചയാകുന്നതോടെ ഭാവിയിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും നയങ്ങളിലും കൂടുതൽ മാറ്റങ്ങൾ വരുമോ എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലെ ചില വാരാന്ത്യങ്ങളിൽ ട്രെയിൻ പണിമുടക്കും. അറ്റകുറ്റപ്പണികളും ചില റെയിൽ സർവീസുകളിൽ തടസ്സമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങളുടെ ട്രെയിൻ സർവീസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി കാലാവസ്ഥയിലേക്ക്. അടുത്ത ദിവസങ്ങളിൽ UKയുടെ പല ഭാഗങ്ങളിലും ചൂടിനു ശേഷം മഴയും ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ചില പ്രദേശങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥയും തുടരും. അതിനാൽ UKയിൽ പതിവ് പോലെ തന്നെ രാവിലെ തെളിഞ്ഞ ആകാശം കണ്ട് വൈകുന്നേരത്തെ കാലാവസ്ഥ ഉറപ്പാക്കേണ്ട. ഇനി ഇന്നത്തെ വാർത്തകളുടെ ചുരുക്കം. കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റം, സമ്പദ് വ്യവസ്ഥയ്ക്ക് മേലുള്ള സമ്മർദ്ദം, ഉയരാൻ സാധ്യതയുള്ള ജീവിത ചെലവ്, ലേബറും റീഫോം പാർട്ടിയും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം, ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള കടന്നുവരവ്, ട്രെയിൻ യാത്രയിലെ തടസ്സങ്ങൾ, മാറുന്ന കാലാവസ്ഥ. ഇതൊക്കെയാണ് വരും ദിവസങ്ങളിൽ UKയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. പ്രത്യേകിച്ച് UKയിലെ മലയാളികൾ വിസ, ജോലി, യാത്ര, കുടുംബച്ചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പരിശോധിച്ച് തീരുമാനമെടുക്കുക. വാർത്തകൾ അറിയുക മാത്രം പോരാ, നമ്മെ ബാധിക്കുന്ന വാർത്തകൾ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. അടുത്ത വാർത്തയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.